നമസ്കാരം. കേരളത്തിലെ ഒരു പോലീസ് ഏമാൻ ഗർഭിണിയായ ഒരു യുവതിയെ, ഒരു വീട്ടമ്മയെ ക്രൂരമായി തന്നെ മർദ്ദിക്കുന്ന ചിത്രങ്ങളാണ് ഇന്ന് വാർത്താമാധ്യമങ്ങളിലൂടെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഏത് കാലത്തെ പോലീസ് എന്നാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. ആഭ്യന്തര വകുപ്പിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കുമെല്ലാം വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് സർക്കാർ പറഞ്ഞൊഴിയാൻ ശ്രമിക്കുമെങ്കിലും ഇതത്ര ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. കേരളത്തിൽ ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വാർത്തകൾ പരിശോധിച്ചാൽ മാത്രം നമുക്കറിയാൻ സാധിക്കും. പുറത്തു വന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എങ്കിലും പുറത്തു വരാനിരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ഇപ്പോഴും രഹസ്യമായി കിടന്ന് ഉറങ്ങുന്നുണ്ടാവാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിരന്തരം ആഭ്യന്തര വകുപ്പ് കേരളത്തിൻ്റെ ചീത്തപ്പേര് കേൾപ്പിക്കുന്നുണ്ട്. ഇതിന് ഒരു പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. കമൽജിത്ത് കമലാസനൻ എന്ന വ്യക്തിയുടെ പോസ്റ്റാണ്, ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ കാര്യത്തിൽ ശ്രദ്ധേയമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നത്, പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുത്തഴിഞ്ഞ രീതിയിൽ നടക്കുന്നത് 3 വകുപ്പുകളാണ്. ഒന്ന് ആഭ്യന്തരം, സ്വാഭാവികമായും ആഭ്യന്തരമാണ്. രണ്ടാമത്തേത് പൊതുമരാമത്ത്, മൂന്നാമത്തേത് ആരോഗ്യമാണ്. ഇതിൽ ജനങ്ങൾക്ക് ഏറ്റവും ശല്യമായി മാറിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പാണ്. ഗുണ്ടകളെക്കാളും ജനത്തിന് ഇപ്പോൾ ഭയം കാക്കിയിട്ട ക്രിമിനലുകളെയാണ്. റെയിൽവേ ട്രാക്കിൽ ചിതറിക്കിടന്ന ശവത്തിൽ നിന്നും ഫോൺ മോഷ്ടിച്ച പോലീസുകാരിൽ നിന്ന് തുടങ്ങി 95% ഡിസ്കൗണ്ടിൽ സ്വർണ്ണാഭരണം ഭീഷണിപ്പെടുത്തി വാങ്ങിയ IPSകാരനിലൂടെ മാങ്ങാക്കള്ളനിലും രാജ്യത്തിനു വേണ്ടി കാഞ്ചി ഇനി നീ വലിക്കില്ല എന്നാക്രോശിച്ചുകൊണ്ട് സൈനികന്റെ വിരൽ പിടിച്ചു ഓടിച്ച രാജ്യദ്രോഹികളായ പോലീസുകാരിൽ നിന്നും അകാരണമായി അറസ്റ്റ് ചെയ്ത ഭർത്താവിനെ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഗർഭിണിയായ സ്ത്രീയെ നെഞ്ചിൽ പിടിച്ച് തള്ളുകയും മുഖത്തടിക്കുകയും ചെയ്ത പക്ക ക്രിമിനൽ മനസ്സുള്ള പ്രതാപചന്ദ്രൻ എന്ന ഒരുവനിൽ എത്തി നിൽക്കുന്നുണ്ട് ആ കാക്കി ഗുണ്ടകളുടെ ലിസ്റ്റ്. പോലീസുകാരെ നന്നാക്കാൻ ചിലപ്പോൾ മുഖ്യനും ഫാമിലിയും ന്യൂ ഇയർ പ്രമാണിച്ച് ഒരു വിദേശ സ്റ്റഡി ടൂർ കൂടി നടത്താനുള്ള സാധ്യതയുള്ളതിനാൽ അത്തരം ദുർവ്യയം ഒഴിവാക്കാൻ 2 മാർഗങ്ങൾ പറഞ്ഞു തരാം. ഒന്ന്, എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു ലീഗൽ ഓഫീസറെ നിയമിക്കുക. കേസുകൾ ചാർജ് ചെയ്യുന്നതും അതിനുവേണ്ടി പരാതിക്കാരുമായി പോലീസ് സ്റ്റേഷനിൽ വിവിധ ആവശ്യങ്ങളുമായി എത്തുന്ന ആളുകളോട് ആശയവിനിമയം നടത്തുന്നതും ആ ലീഗൽ ഓഫീസറിൻ്റെ മാത്രം ഡ്യൂട്ടിയാക്കുക. പോലീസിൻ്റെ ജനങ്ങളോടുള്ള സമ്പർക്കം മാക്സിമം സ്റ്റേഷനിൽ വെച്ച് ഒഴിവാക്കിയെടുക്കാൻ ഇത് സഹായകമാകും. നിരപരാധികളെ കുനിച്ചു നിർത്തി നട്ടലിൽ കൈമുട്ട് കയറ്റുന്ന ലോക്കപ്പ് മർദ്ദനം, കൈക്കൂലി തുടങ്ങിയ ക്രിമിനൽ കേസുകളിലെ പ്രതികളാകുന്ന പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവർക്ക് പഴയ നിക്കറും കൂർത്ത തൊപ്പിയും യൂണിഫോമായി നൽകി ട്രാഫിക്കിൽ നിയമിക്കണം. കാണുമ്പോൾ തന്നെ ഇവൻ കാക്കിയിട്ട ക്രിമിനലാണെന്ന് അറിഞ്ഞാൽ ഓടി രക്ഷപ്പെടാനുള്ള സാവകാശം ജനങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ജനത്തിൻ്റെ പരിഹാസ ചിരി സഹികെട്ട് ഇവന്മാർ ജോലി രാജിവെച്ച് പോകാനുള്ള സാധ്യതയുമുണ്ട്. എന്നിങ്ങനെ 2 പരിഹാര മാർഗങ്ങളാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.